ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. പുറത്തൂരിൽ ആദ്യ പരിഗണന കുടിവെള്ളത്തിനും ഗതാഗതത്തിനുമെന്ന് നിയുക്ത പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നത്ത് ജസ്ന ബാനു ന്യൂസ് 99നോട് പറഞ്ഞു. അതെ, പാർട്ടി ഒരുമിച്ചെടുത്തിട്ടുള്ള തീരുമാനം തന്നെയാണ്. രണ്ട് കോൺഗ്രസും ലീഗും തമ്മിൽ സംസാരിച്ച് അതൊരു ധാരണയിലെത്തിയതാണ് പ്രസിഡന്റ് എന്നുള്ള. പ്രസിഡന്റ് ആണെന്ന് അറിഞ്ഞതിൻ്റെ ശേഷം എന്ത് തോന്നുന്നു? ഭയമാണോ അതോ സന്തോഷമാണോ? വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ ഭയം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉത്തരവാദിത്തമല്ലല്ലോ നമ്മളെ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭയമുണ്ട്. എന്നാലും ഭയം കൂടാതെ നല്ല രീതിയിൽ പഞ്ചായത്ത് ഒരു ഭരണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ നാടിന് വേണ്ടി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നാടിന് പ്രധാനമായിട്ടും നമ്മളെ പുറത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം ഒരു വലിയൊരു വിഷയമാണ്. ഇപ്പോൾ കുറച്ച് മുന്നേ കൂടി ആ ചേച്ചിമാരിപ്പോൾ സംസാരിച്ചിട്ടുള്ള ആ വിഷയത്തിനെ പറ്റിയിട്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരു കൂട്ടായ ഒരു ഇടപെടലിലൂടെ അത് പരിഹരിക്കാനായി ശ്രമിക്കും. പിന്നീട് ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ പുറത്തൂർ പഞ്ചായത്തിലെ റോഡുകൾ, ഒരുപാട് റോഡുകൾ കേടുവന്ന രീതിയിലാണുള്ളത്. അപ്പോൾ അതിനെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കും. വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെറിയ കുട്ടിയുണ്ട്, എനിക്ക് 7 മാസമായിട്ടുള്ളൂ. പക്ഷേ അതൊന്നും വീട്ടിലൊരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിൽക്കുന്നത്. പ്രസിഡൻ്റായിട്ടായാലും കഴിഞ്ഞ വർഷം ഞാൻ മെമ്പറായിരുന്നു ഇവിടെ. അപ്പോഴായാലും നല്ല സപ്പോർട്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. വീട്ടിൽ ഇവിടെ ഉമ്മ, ഉപ്പ, പിന്നെ ഹസ്ബൻഡിൻ്റെ ഏട്ടന്മാരുണ്ട്. ചെയ്യുന്നത് ഗൾഫിലാണ്. പാർട്ടി പ്രവർത്തനം അങ്ങനെയില്ല. പക്ഷെ എൻ്റെ ഉമ്മ മെമ്പറായിരുന്നു തൃപ്രങ്കോട് പഞ്ചായത്തിൽ. അന്ന് ഞാൻ ചെറുതായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുള്ള തീർച്ചയായും അതൊക്കെ പൂർണ്ണമായ പിന്തുണ. ഈ പാർട്ടി പ്രവർത്തകരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വാർഡിൽ നല്ല രീതിയിലുള്ളൊരു വിജയപ്രാവശ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. നല്ല രീതിയിലുള്ളൊരു മത്സരം തന്നെയായിരുന്നു നമ്മളെ വാർഡിൽ ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. അതിനെ മറികടക്കാൻ പാർട്ടിയുടെ എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ് നടന്നിട്ടുള്ളത്. വിദ്യാഭ്യാസം ഞാൻ 10th ആലത്തൂർ സ്കൂളിലായിരുന്നു. പിന്നെ +1ഉം +2ഉം ഗേൾസിലായിരുന്നു. ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെ ശേഷം ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ ഞാൻ ഏവിയേഷൻ ചെയ്തു. ആൽഫ അക്കാദമി തിരൂർ, അവിടെ നിന്ന് ഏവിയേഷൻ കംപ്ലീറ്റ് ആയി. ട്രെയിനിങ്ങിന് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിന് വീണ്ടും മത്സരിക്കേണ്ടി വന്ന്. അപ്പോൾ അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് വീണ്ടും ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇല്ല. തീർച്ചയായും UDF അനുഭവം എന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ എല്ലാവരും ആ ഒരു ഇത് കണ്ട് വളർന്നിട്ടുള്ളൊരു ശീലമാണ്. അതുകൊണ്ട് 5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായും അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ഇവിടെ പ്രസിഡന്റ് എന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ട് ഇതിലേക്ക് പോകില്ല. എന്തായാലും ഇത് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. UDF ധാരണ പ്രകാരം 7ാം വാർഡിൽ നിന്നും വിജയിച്ച കുന്നത്ത് ജസ്ന ബാനുവിനെ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി UDF കമ്മിറ്റി തീരുമാനിച്ചു. 6 പതിറ്റാണ്ട് കാലത്തോളം LDF സ്ഥിരമായി ഭരിച്ചിരുന്ന പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ഇത്തവണ UDF പിടിച്ചെടുത്തിരുന്നു. നാടെങ്ങും UDF പ്രവർത്തകരുടെ ആഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 47 വർഷം ഈ ഗ്രാമപഞ്ചായത്ത് തുടർച്ചയായിട്ട് CPM ഭരിക്കുകയും അതിനിടയിൽ ഒരു ടേം UDF ഭരിക്കുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ തുടർച്ചയായ 10 വർഷത്തിന് ശേഷം വീണ്ടും UDF ഈ ഭരണം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, പുറത്തൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന, ജില്ലയിൽ തന്നെ 72ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് UDF ഭരിക്കുന്ന മംഗലം പഞ്ചായത്താണ്. ജില്ലയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നൊരു പഞ്ചായത്താണ് മംഗലം ഗ്രാമപഞ്ചായത്ത്. ആ നിലക്ക് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരുപാട് പുറകോട്ട് പോയ, കുടിവെള്ളത്തിൻ്റെ കാര്യമായാലും ഏത് വികസനം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും എല്ലാ നിലക്കും സമ്പൂർണ്ണമായ ഒരു പരാജയപ്പെട്ട ഒരു ഭരണസമിതിയെയാണ് പുറത്തൂരിലെ ജനങ്ങൾ പുറന്തള്ളിയത്. ഏറ്റവും കൂടുതൽ എന്താണ് ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കുന്നത്? റോഡിൻ്റെ ആണോ അതോ കുടിവെള്ളമാണോ? എന്താണ്?
പുറത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഒന്ന് ഗ്രാമീണ റോഡുകളുടെ തകർച്ചയാണ്. എല്ലാ റോഡുകളും സമ്പൂർണ്ണമായി തകർന്നു കിടക്കുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ കുടിവെള്ളം ഒരു വലിയ വിഷയം തന്നെയാണ്. പുറത്തൂരിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണമായി പരിഹരിക്കാനുള്ള തീവ്ര ശ്രമം തന്നെയാണ് ഒന്നാമതായി ഈ ഭരണസമിതി വരുന്നതോടുകൂടി ജനാധിപത്യ ഐക്യമുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ഒന്നാമത്തെ അജണ്ട അതുതന്നെയാണ്. രണ്ടാമത്തേത് അതുപോലെ തന്നെ ഗൗരവത്തോടു കൂടി കാണേണ്ട മറ്റൊന്നാണ് റോഡ്. ഈ ഗ്രാമീണ റോഡുകളെല്ലാം നമുക്ക് ഒരു ഗതാഗത സഞ്ചാര യോഗ്യമാക്കണം എന്നുള്ളതാണ് പ്രധാനമായും പ്രഥമ അജണ്ടയോടുകൂടി ഈ ഭരണസമിതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലോക്കിൽ നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഈ വാർഡുകളിലേക്ക് നമ്മളെ ഉൾക്കൊള്ളുന്ന ഈ 8 വാർഡുകളിലേക്കും നമ്മൾ പരമാവധി വികസനം കൊണ്ടുവരാമെന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എനിക്ക് പറയാനുള്ളത്. ഇടാനുള്ള നാണം കെട്ടി രാമയും ബോധം കെട്ടി ചെലവാക്കിയ നോട്ടി